തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന വനിതാ ജീവനക്കാരുടെ പരാതിയിൽ ബിജെപി നേതാവും നടനുമായ കൃഷ്ണകുമാറിനെതിരെ കേസ്. അച്ഛന്റെ സ്വഭാവം അച്ഛൻ വയസ്സ് 70 കഴിഞ്ഞു. പലയിടത്തും അടങ്ങിയൊതുങ്ങിയിരിക്കാതെ ഇപ്പോഴും നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന വനിതാ ജീവനക്കാരുടെ പരാതി. എന്താ പ്രശ്നം? കണ്ടില്ലേ പട്ടാ പകൽ ഒരുത്തൻ പെണ്ണുങ്ങളോട് അവമര്യാദയെ പെരുമാറിയത്. എന്താണോ ഇത്? കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലെടുത്ത കേസിൽ ചലച്ചിത്ര താരം അഹാന ഉൾപ്പെടെ 6 പേർ പ്രതികളാണ്. പാവം ചേച്ചി, ഞങ്ങൾ ഇത്ര നേരം ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കടയിലെ QR കോഡിൽ തിരിമറി നടത്തി 69 ലക്ഷം രൂപ തട്ടിയെടുത്തത് പിടിച്ചപ്പോഴാണ് പരാതിയെന്ന് കൃഷ്ണകുമാറും ദിയയും മനോരമ ന്യൂസിനോട് പറഞ്ഞു. നികുതി വെട്ടിക്കാനായി ദിയ പറഞ്ഞിട്ടാണ് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചിരുന്നതെന്ന് ജീവനക്കാർ വിശദീകരിച്ചു. അവരോട് ഞാൻ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുമോ? കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണന് തിരുവനന്തപുരം കവടിയാറിൽ ഫാൻസി ആഭരണങ്ങൾ വിൽക്കുന്ന കടയുണ്ട്. ഭയങ്കര പേരുള്ള കമ്പനി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്നത്, കമ്പാരിസൺ ചെയ്യുന്നത്. നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുക്കണ്ടെങ്കിൽ എനിക്ക് ഒരു അച്ഛനേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ അടിച്ചമർത്തുന്ന സംസാരം, ജാതീയമായിട്ട് അധിക്ഷേപിക്കുന്നത്, മറ്റു ആൾക്കാരടുത്ത് നമ്മളെ പറ്റി കുറ്റം പറയുന്നത്. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? അവരുടെ ഭർത്താക്കന്മാരെയും മെയ് 30-ന് എടോ ഇവിടെ ഒന്നുമില്ല. ശനിയാഴ്ച കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ. മതിലോ? ഇവരുടെ പരാതിയിൽ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണകുമാറിന്റെ പരാതിയിൽ ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. ദിയയുടെ സ്ഥാപനത്തിൽ ആഭരണങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കടയിലെ QR കോഡ് തകരാറിലാണെന്ന് പറഞ്ഞ് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് കേസ്. ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ തെണ്ടി പോയനെ. കണ്ടതുകൊണ്ട് ഞാൻ തെണ്ടി ഒന്നുമില്ല. ചോദിക്കുന്നതിനൊക്കെ അവര് സമ്മതിച്ചു കഴിഞ്ഞു. വിട്ടുകളിയാണ് നിന്നെ. ചോദിക്കുന്നതിനൊക്കെ അവര് സമ്മതിച്ചു കഴിഞ്ഞു. പൈസ എടുത്തു. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് അവർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എനിക്ക് കാണണ്ട, വെറുത്തുപോയി. ഇവര് QR കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വരുന്ന കസ്റ്റമേഴ്സ്. എന്നിട്ട് അവരുടെ ഫോണിലെ QR കോഡ് കാണിക്കും. ഇതെല്ലാം അവിടുത്തെ CCTV വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട്, പോലീസിന്റെ കൈവശം ഇരിപ്പുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൈസ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഇവരുടെ ഒരു ഫ്രണ്ട് പോയുടെ സാധനം വാങ്ങിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓസി വിളിച്ചിട്ട് ചോദിച്ചു, ഓസി ഇങ്ങനെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ? നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല. ഇത് വെച്ച് അവരെ വിളിക്കുന്നു. ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ 3 ജോലി വിട്ടുപോകും. സ്വന്തം മൊബൈലിലെ QR കോഡിലേക്ക് ജീവനക്കാർ പണം വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും കൃഷ്ണകുമാർ പുറത്തുവിട്ടു. എന്നാൽ പഠിച്ച കള്ളിയാ, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. കാരണം എന്റെ അക്കൗണ്ടിൽ മേടിച്ചാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബാങ്കിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആദ്യം നമ്മുടെ അങ്ങനെയാണ് പറയുന്നത്, നമുക്ക് ടാക്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിന്റെ പേയ്മെന്റ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിച്ചാൽ മതി. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒന്ന് പൊട്ടിക്കാൻ പാടേ.